എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീഴ് റിയാക്ഷനാണ്. കരിക്ക്, ഫ്രഷ് കരിക്ക്. കരിക്ക് ടീമിൻ്റെ പുതിയ ഒരു കോമഡി വീഡിയോ വന്നിട്ടുണ്ട്. കുറച്ചായില്ലേ ഇവർ വന്നിട്ട്? അതിന്റെ ഇടയിൽ കൂടി കുറെ സീരിയസ് ഒക്കെ ആയിപ്പോയായിരുന്നു. അതെ, ഇറങ്ങുന്നത് മൊത്തം സീരിയസ് ആയിരുന്നു. ഇത് ഭയങ്കര അഭിപ്രായം കേട്ടോ. അതെ, ഇന്നലെ വന്നതിന് ഭയങ്കരമായിട്ട് അതൊരു തിരിച്ചുവരവാണെന്നൊക്കെയാണ് പറയുന്നത്. അതെ, കണ്ടിട്ടില്ല, കണ്ടു നോക്കാം. എന്തായാലും ആ ഒരു പഴയ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. എന്തായാലും നമ്മൾ പിടിച്ചിരിക്കുകയായിരുന്നു കാണാതെ റിയാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകണം. ഓക്കെ, 33 മിനിറ്റ് ഉണ്ട് കേട്ടോ വീഡിയോ. ഓക്കെ, ഇത് WWE ചാമ്പ്യൻഷിപ്പിന് പോയി കിട്ടിയ ബെൽറ്റ് അല്ല, എന്റെ നടുവ് മിന്നിട്ട് ഞാനിട്ടേക്കണ ബെൽറ്റാണ്. സോറി, കാശ് അങ്ങാട് മേടിച്ചിട്ട് എന്നോട് പണിയണം. എന്നാ പറ്റിയതാ? ഒന്ന് തെന്നി വീണാ. എവിടെ ബാത്റൂമില്ല? ഈ കാർ പോർച്ചില് മഴ പെയ്ത് നനഞ്ഞു കിടക്കണായിരുന്നു. കാർ എടുക്കാൻ വന്നപ്പോ ഒറ്റ വീഴ്ച. ചേട്ടായി അല്ലാണ്ട് ആരെങ്കിലും ഈ തെന്നി കിടക്കുന്ന പോർച്ചിലേക്ക് ചെരുപ്പിട്ടോണ്ട് ഇറങ്ങുമോ? എടോ, ഈ പോർച്ചിൽ കിടക്കണ എന്റെ കാറാണ്, അല്ലാണ്ട് തോണിയല്ല. ഈ കാറിലേക്ക് കയറാൻ വരുമ്പോ ഞാൻ ചെരുപ്പം കടിപ്പിടിച്ചോണ്ട് വന്നോ? ഞാൻ ഒരു ഫാക്ട് പറഞ്ഞോളൂ. എടോ, അതിനെ ആവർത്തിക്കാണ്ടിരിക്കാനാണ് തന്നെ ഇവിടെ പണിക്ക് നിർത്തിയേക്കണത്. ഈ വീട് പണിഞ്ഞ സമയത്ത് ഈ പരിപാടിയൊക്കെ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ വല്ല വിഷയം ഉണ്ടായിരുന്നോ? ഇശിക്കല്ലേ? നിനക്ക് വല്ല പൈസ തരാനുണ്ടായോ? ഇല്ല. ചിലക്കാണ്ട് പണി കേട്ടോ. ഇതാരാ? എന്റെ മോന. എന്നാ പരിപാടി? അടി ഒരു 100 രൂപ. പ്രത്യേകിച്ചൊന്നും ചെയ്യണല്ലേ? ഇല്ലല്ല, പുള്ളി ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ജോലി കിട്ടും. 100 രൂപ എന്തിനാ? പെട്രോൾ അടിക്കാൻ. നിന്റെ ബൈക്കിന്റെ ടാങ്ക് 100ന്റെ പെട്രോൾ കണ്ടിട്ട് കാലം എത്രയായി? നീ 50 അടിക്കാറുള്ളു. ബാക്കി അല്ല സീറ്റ് അടിക്കാനാ? അല്ല, നാളത്തെ കൂടെ ചേർത്തടിക്കുക. എപ്പോഴും ചോദിച്ചാ ഡാഡിക്ക് ഒരു ചമ്മലാവില്ലേ? ഇത് മറ്റേ ലാലറ്റന്റെ പരിസ്ഥിതിയിലുള്ള സാധനമല്ലേ? അതെ, പിന്നെ മഴ പെയ്യട്ടെ. അല്ലെങ്കിൽ തന്നെ ഏണി ചെരിഞ്ഞിരിക്കുക. താൻ അതിന്റെ പൊക്കത്തേറി ലാലട്ടം കളിക്കുക. തനിക്ക് ഇതേപോലെ ആവണോ? പണി കഴിഞ്ഞെങ്കിൽ ഇറങ്ങണോ? ഇപ്പൊ കൊള്ളല്ലേ ഡാഡി? നല്ല ഐശ്വര്യമുണ്ട്. ഇതിങ്ങനെ പണിയാൻ ചേട്ടൻ ഒരു ദിവസം എത്ര രൂപ കിട്ടും? മറ്റുള്ള പണിക്കാരൊക്കെ ഭയങ്കര റേറ്റാ. കഴുത്തറുത്താണ് അടിക്കണേ. ഞാൻ 2000 രൂപ അടിക്കുന്നു. 2000 രൂപയെ? എന്നാ ഞാനിവിടെ വരട്ടെ പഠിക്കാൻ. അതിനിപ്പോ ഈസി ഇൻസ്റ്റാളേഷൻ അല്ലേ? അത്ര എളുപ്പമാണെങ്കിൽ ആ പണിക്കാശൊന്ന് കുറച്ച് തന്നൂടെ? കുറയ്ക്കാലോ. ചേട്ടൻ തന്നെ ബാക്കി പണിയേണ്ടി വരും. ഡാഡി മേടിക്കണ്ട. എന്താന്ന് വെച്ചാ കൊടുത്തു വിട്. എല്ലാ ലീക്കോ കാര്യങ്ങളൊക്കെ ഇനി വരുമല്ലോ. അപ്പൊ ഞാൻ ചെയ്തോളാം. നിനക്ക് പണി അറിയോടാ? ഈസി ആണെന്നല്ലേ പറഞ്ഞ? യൂട്യൂബിൽ നോക്കി പഠിക്കാമല്ലോ. ഇത് ലീക്ക് പ്രൂഫാ. എന്തെങ്കിലുമൊക്കെ പണി വരുമല്ലോ. അപ്പൊ ഞാൻ ചെയ്തോളാം. തന്നെ വിളിക്കത്തില്ല. യൂറോകാരനെ 10 വർഷം വാറണ്ടി. ഇന്നറിയണ്ട, വിട് വിട്. പറഞ്ഞ പോലെ വൈകുന്നേരം പണി തീർത്തു വരുമോ? ഇത് പൊന്നിട്ടെ ആ സൈഡും കൂടി തീരാനുള്ളൂ. ഇനി വന്നേ, ഒരു 4 ഓട് അവിടെ തള്ളിയിട്ടുണ്ട്. ശരിയാണ്. ഒരു ലൈഫ് ഒരു പറ്റില്ലായ്മ എടുത്തോ. ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. വിഷന്നപ്പോ പറ്റിപ്പോയതല്ലേ, ക്ഷമിക്ക്. നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? പുള്ളിയൊന്നും അടച്ചു ചേർക്കാൻ പോകുന്നില്ല. അതല്ല, നിന്റെ വലിയുടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. ഇപ്പോഴോർത്ത് പറഞ്ഞു കഴിഞ്ഞെടുത്തേ. ഇങ്ങനെ പേടിക്കാതോ? അതല്ലേ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. റൂട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം. നിന്റെ ലൈഫ് എന്തല്ലേ അയാൾക്ക് കൊടുക്കുന്നത്? എനിക്കറിയില്ലേ. എനിക്ക് ഗോലി സോഡ വെച്ചിട്ട് മുസംബി ജ്യൂസ് എടുക്കട്ടെ ഞാൻ? എന്തിനാ എന്റെ പറ്റു കൂട്ടാന്? അതെന്റെ പറ്റില്ല, എഴുതിക്കോളാം ഞാൻ. എടോ, തന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ കണക്ക് പറയത്തിരുന്നു. എനിക്ക് പറയാൻ വയ്യാത്തോണ്ടല്ല, അറിയാൻ വയ്യാത്തോണ്ടാ. ഇത് ലാസ്റ്റാ, ഇനി ചോദിക്കരുത്. 5 വണ്ടി 50 വെച്ച് എത്ര? അല്ല 2.5 പോയി. ഡ്രൈവേഴ്സ് 25. പിള്ളേർ അവർക്ക് 50. അറിയാലോ, 9:30 കഴിഞ്ഞാൽ ഡബിൾ ബാറ്റ്. തന്നെ കണാ കൊണാന്ന് വല്ലതും പറയാണ്ടല്ലോ. ശരി എന്നാ. സൂപ്പറാണ്. ശരി. ഇതെന്താ ആദ്യമല്ല അങ്ങനെ കൊടുക്കുന്നത്? ഇയാളാര് ഗണപതിയാ? നീ ആരാടാ? നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അറിയാൻ
വയ്യാത്തോണ്ടല്ലേ ചോദിച്ചത്. ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ? ചേട്ടൻ വന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? ഞാൻ ഈ വലിച്ച സിഗരറ്റിന്റെയും കളഞ്ഞ ജ്യൂസിന്റെയും ഒക്കെ പൈസ കൊടുത്തിട്ട് നീ ഇവിടുന്ന് പോയാൽ ഇവിടെ എന്റെ പറ്റിന്റെ കാഴ്ച ഞാൻ കൊടുക്കുന്നില്ല. അപ്പളാ എന്റെ കൂടെ നല്ല ആറ്റിറ്റ്യൂഡില്ലേ ഗുണ്ടായിട്ട്. ഇയാൾക്ക് എന്താണ് വയ്യേ? അമ്പോ വമ്പ ടീമാണല്ലോ. ഐ ഹേറ്റ് യു. ഒരുമിച്ചുള്ളതല്ലേ? പോവാം പാപ്പി. ഓ പോലീസ് പ്ലാനിങ് ആയിരുന്നല്ലേ? പറഞ്ഞുണ്ടോ? ഇല്ല, സ്റ്റേഷൻ ചെന്ന് കാണിക്കാം. ബലം പിടിക്കുന്നു. മോനെ സാറേ എനിക്ക് പരാതിയൊന്നുമില്ല. നിങ്ങളെന്തിനാ എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത്? നിങ്ങളെന്ന് എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത്? മോടോ ഫൈറ്റ് സൂപ്പർ ചെയ്തിട്ടുണ്ടല്ലോ. ലോലൻ സൂപ്പർ ചെയ്തിട്ടുണ്ടോ? ഇതമ്മ ഡേഞ്ചറാണുള്ള ആള്. കോമഡിയാ. കലക്കിട്ടോ. വേഷം മാറുക നിലം കൊണ്ടാക്കാന്ന് വിചാരിച്ചോ? മോനെ ചെറുകനെ എന്തും പോട്ടോ. കോമഡിക്ക് കോമഡി. ഓ ലോലൻ ഉറപ്പല്ലേ? വെട്ടു വെരി ഡേഞ്ചറസ് അല്ലേ? എടുത്തോളാം കേട്ടോ. പബ്ലിക് ന്യൂസൻസാ. വഴിക്കടന്ന് പോക്കിത്തരം കാണിക്കുന്നു. കൊണ്ടുപോയനെ. താങ്ക്സ് ഒന്നും വേണ്ട. അന്റെ തലയിൽ പൊളിച്ചാൽ നിന്നെ കൂടെ എടുത്തോണ്ട് പോകണ്ടോ? അയ്യോ വായില് തോട്ടാ ഞാൻ രക്ഷിച്ചേ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നീ ഒന്നും കണ്ടില്ല കേട്ടില്ല, മനസ്സിലായ? ഞാൻ സൂക്ഷിച്ചോ, എന്റെ നമ്പരാ. എന്തെങ്കിലും ആവശ്യം വിളിക്കും. തോട്ടാ ഞാൻ രക്ഷിച്ചു. പോയോ? പേടിച്ചു പോയേട്ടാ. ഇല്ല, ഞാൻ കണക്ക് നോക്കായിരുന്നു. അവരെന്താ പറഞ്ഞേ? ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ് പറഞ്ഞേ. അതേ നമ്പറൊക്കെ തന്നെ ഇടയ്ക്ക് വിളിക്കാൻ. മനസ്സിലായോ നിനക്ക്? പോലീസുകാരല്ലേ? അതല്ല, നീ തലയിൽ പൊളിച്ചത് ആരുടെയെന്ന് മനസ്സിലായോന്ന്? അവനാ പടക്ക കച്ചവടക്കാരൻ. കയ്യിൽ ഗുണ്ടൊക്കെ ഉണ്ടല്ലോ. അവന്റെ വിചാരം എന്താ? വലിയ ഗുണ്ടയാന്നാ? ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ? അതെ, ഗുണ്ടയാ. പാപ്പി, തോട്ടപ്പാപ്പി. പടക്ക കച്ചവടക്കാരൻ. പണിയാൻ ആളെ അയക്കുന്നതിന് മുമ്പ് ആളും തരവൊക്കെ നോക്കണ്ടാ. ശേഖറ
ഓ മൈ ഗാഡ്, പൊളി ക്യാരക്ടർ. മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ക്രിമിനൽ ട്രെൻഡിംഗ് നമ്പർ 1. മാർക്കറ്റിൽ മീഡിയമായിട്ട് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് തോട്ടയെടുത്തെറിയും. അതാവുന്ന തരം. അതുകൊണ്ട് നാട്ടുകാരെ വിളിക്കുന്ന പേരാണ് തോട്ടപ്പാപ്പി. ശരിക്കും ഇവന് ഒറ്റയ്ക്കല്ല, ഇവര് രണ്ടുപേരാണ്. മറ്റവൻ ബിബിൻ, ഓ ബ്ലേഡ് ബിബിൻ. ഒരു നോട്ടോറിയസ് സൈക്കിൾ തനി ഭ്രാന്തൻ. ഇവര് രണ്ടുപേരും ഒന്നിച്ച മഹാവിഷയമാണ്. പിന്നെ മാർക്കറ്റ് കംപ്ലീറ്റ് അവന്മാരുടെ കണ്ടു. അതിന്റെ മറവിൽ കള്ളക്കടത്ത്, കൂലിത്തല്ല്, നീക്കുവലിക്കാൻ കുഴൽപ്പണം അവന്മാരെ തൊഴിലൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇവ സൂപ്പറായിട്ട് ഫൈറ്റ്. ഒരുത്തന്റെ കയ്യിൽ നിന്ന് മിസ്സായ എന്തായാലും മറ്റവന്റെ കയ്യിൽ നിന്ന് പറഞ്ഞുകൂടായിരുന്നു അത് ഗുണ്ടയാന്ന്. പിന്നെ അവനവിടെ നിൽക്കുമ്പോ ഞാൻ മൈക്കും കോളമ്പി വെച്ച് അനൗൺസ് ചെയ്യാം ഗുണ്ടയാണെന്ന്. ഇത്ര ബിൽഡപ്പ് ഉള്ള ഗുണ്ടയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പോലീസുകാരെ എടുത്തിട്ട് ഇടിച്ചപ്പോ നീ എന്ത് വിചാരിച്ചു? അയാൾ പള്ളിയിൽ വെച്ചനാണെന്നോ? മുങ്ങിക്കോ. എങ്ങോട്ടെങ്കിലും മുങ്ങ. പോലീസുകാരുടെ കൂട്ടുകാരെ വന്ന് രക്ഷിക്കാൻ പറ. എന്റെ കർത്താവേ. എന്തേലും ഒന്ന് കുറയ്ക്കും. അതൊക്കെ പറ. അപ്പുറത്ത് പോലീസുകാരെ നിൽപ്പുണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ടൂർണമെന്റ് ഉള്ളേ. അതിപ്പോ ഞാൻ അറിഞ്ഞോണ്ടാണോ ഇതിലല്ലേ നോക്കാൻ റോളോട്ട് എടുത്ത് ചാടിയത്? ഞാൻ ബോൾ നോക്കി തന്നെ എടുത്ത് ചാടിയത്. ബ്രോ ഞാൻ ഇത്രയും പറഞ്ഞില്ല, നിങ്ങൾ എന്തേലും ഒന്ന് കുറയ്ക്കാം. നിന്നോടുള്ള സംസാരം അങ്ങോട്ട് കുറയ്ക്കാം. എന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തോണ്ടല്ലേ നേരത്തെ പറഞ്ഞ 1,00,000 1 രൂപ പോലും കുറയില്ല. പ്ലേ സ്റ്റേഷനോ? അതെന്തിനാ? ഒരു മാസം എനിക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് കളിക്കാൻ നടക്കത്തില്ലല്ലേ? സാറേ അതെ അവൻ എണീറ്റ്. ഇതിന് ഓരോ മറ്റൊരു പതിപ്പാണല്ലോ. വാങ്ങും തലയടിച്ചു പൊളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നോ? ഓടോ സാറേ, ഇയാൾ ഏത് കേസിനെ പ്രതിയാ? എടാ നീ നിന്റെ കാര്യം നോക്കടാ. ഓക്കെ, അവനെ കണ്ടാ അറിയത്തില്ല, അവനെ കള്ളനെ പിടിച്ചു വയ്ക്കാൻ. എന്റെ കയ്യില് വിലങ്കായി പോയി. നിലയ്ക്ക് ബെഡിൽ നിന്നെ കടത്തില്ല. കണ്ടാ പട്ടി അടങ്ങടാ പാപ്പി. അവിടെ കോമഡി ആയി പോയല്ലോ. ഒരു ഇഞ്ചക്ഷൻ കുത്തവനെ. അയ്യോ ഫുള്ള് പണ്ട്. എന്ത് പറ്റി വേണം മോനെ? വീണതാ? അല്ല, വണ്ടി തട്ടിയൊന്ന് വീണേ സാറേ, ചെറിയൊരു ആക്സിഡന്റ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഏത് വണ്ടിയാണ് തട്ടി? ഇവന്റെ വണ്ടിയാ സാറേ. അതിന്റെ റോഡൊക്കെ അല്ലേ, അപകടം പറ്റത്തില്ല സാറേ. എന്തോ റൈഡറല്ലേ? നിന്റെ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞേ? അയ്യോ സാറേ, ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എല്ലാം കോംപ്രമൈസ് ആയി. നമ്പര് പറയണം. KL01 PD 30. പേഷ്യന്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യണം. ഇവന് ബോധം വന്നില്ലേ, പിന്നെ എന്നാ ടെസ്റ്റ്? തലക്കല്ലേ അടി കിട്ടിയത്, ഇപ്പോഴും ഒബ്സർവേഷനിലാ. ഇനി വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ്. ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണോ? അത്യാവശ്യം. താനെന്താ എന്നെ കല്യാണം കഴിച്ചേക്കുന്നു? അയച്ചു വിടറോ, ഞാൻ മുങ്ങാനൊന്നും പോകുന്നില്ല. അതിപ്പോ നീ മുങ്ങാൻ നോക്കിയാലും ഈ കോമ്പൗണ്ട് വിട്ട് നിനക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഞാൻ മാത്രമല്ല, ചുറ്റും പോലീസായി ഹോസ്പിറ്റലിന്റെ. ഹോസ്പിറ്റൽ മൊത്തം പോലീസാണല്ലോ. അറിയാം. അല്ലല്ല, ആ നേഴ്സിനെ കെട്ടിയവനെ പാവം പിടിച്ചാൽ ഉച്ചക്ക് ചോറും കൊണ്ട് വന്നതാ. റപ്പുണ്ണി അവന് സ്കെച്ച് ചെയ്തില്ലേ, ഞങ്ങൾ അവനക്ക് പൊക്കി. എന്തായി ഫോണാ കിട്ടിയില്ലേ? മണ്ട, അവക്ക് എന്റെ അടുത്തിരിക്കുന്ന പോലീസുകാരന്റെ ഭാര്യ കൊച്ചിനെ പൊക്കിയിരുന്നെങ്കിൽ ഞാനിപ്പോ രക്ഷപ്പെടത്തില്ലായിരുന്നു. ഓ പാപ്പി, സോറി പാപ്പി, ഗുഡ് ഐഡിയ. ഞങ്ങൾ ഇപ്പൊ തന്നെ നോക്കാം. വേണ്ട വേണ്ട, അതിച്ചോ. പോലീസുകാരെല്ലാം വാ തുറന്നിരിക്കുക. നീ എന്തായാലും പോയിപ്പെടും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യും? ഒന്നും ചെയ്യാനില്ല.
അതെല്ലാം ചെയ്യാൻ വേണ്ടി പറയുന്നേക്ക്. ഒന്നും ചെയ്യണ്ടേ? ആ സമയത്ത് വഴി വെച്ച് നീ ബ്ലോക്ക് ചെയ്യണം. എന്നെ തോട്ടേ കൊടുത്തു. ഓ ശരി. ഏതോ തന്റെ തലയടിച്ചു പൊളിച്ചപ്പോ നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ. ആ അവനെ വെറുതെ വിടരുത്. ആദ്യം അവനെ പോയി പൊക്ക്. എന്റെ തലേ 4 സ്റ്റിച്ച്, അവന്റെ തലേ 400 സ്റ്റിച്ച്. നാട്ടുകാർക്കൊക്കെ ഇപ്പൊ നമ്മളോടുള്ള പേടി പൊക്കോണ്ടിരിക്കണം. കാര്യം ഞാനേറ്റ്. അല്ല നിന്നെ ഷിഫ്റ്റ് ചെയ്യണം. എന്തായാലും ഇപ്പൊ എന്റെ കയ്യിലില്ലേ, ഞാൻ ഒബ്സർവേഷൻ ഇല്ല. ഷിഫ്റ്റ് ആവുമ്പോഴത്തേക്ക് ഞാൻ സിഗ്നൽ പോരെ. ആ ശരി. ചെറുക്കെന്താ ആറ്റിറ്റ്യൂഡ് കേട്ടോ. പ്രതികാര മനോഭാവം, ടെൻഷൻ, ഇതൊക്കെ കൃത്യമായ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓൺലൈനിൽ കൂടെ ആണെങ്കിലും പറഞ്ഞു തരുന്ന പോലെ പരിശീലിക്കാൻ ശ്രമിക്കൂ. പറ്റിക്കാൻ ശ്രമിക്കാതിരിക്കും സുനിൽ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. സമാധാനം. ഇൻഹൈൽ. കേട്ടല്ലേ? കഴിയാറായ ഇപ്പൊ തീരം. പതുക്കെ ചെയ്യൂ. ഇതിനല്ലെന്ന് വലിച്ചു വരികയില്ല. എടാ നിനക്കെന്താണ് ഒരു ടെൻഷൻ ഇല്ലാത്ത? തലയിൽ പൊളിച്ചെന്നെ കിട്ടാൻ പോകുന്ന എന്റെ തലക്ക്. പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? സുനിൽ ബ്രീത്തും കൂടി ചെയ്യാൻ ശ്രമിക്കൂ. നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ റൺഔട്ട് ആകുന്നു. നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കൺട്രോൾഡ് ആകും. നീ പറഞ്ഞ പുളുക്കുള്ളതാണോടാ? വളരെ എത്ര നേരം പറഞ്ഞോണ്ടിരുന്ന പുഴുവാണെന്നാണ് കരുതിയത്. സുനിൽ ഇവിടെ തന്നെ അല്ലേ ശ്രദ്ധിക്കുന്നത്? നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യൻ നമസ്കാരം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് രാത്രി ഗെയിം കളിച്ചൊന്നും ഉറക്കം കളയാതെ മോർണിംഗ് സെഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ? പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമോവാ. നീ പറ, ചായക്കടയിൽ വെച്ച് എന്തുകൊണ്ടിട്ട് നിനക്ക് കീറി കൊണ്ടുണ്ടെന്ന് മനസ്സിലായി. ബാക്കി എന്തോട്ടാ തമിഴ് പടോ? എനിക്ക് സംശയം ഉണ്ടായ ചായക്കടയിൽ സൈസോട്ട് വിളിച്ചു നോക്കി. എന്നാ ചോദിക്കണം ആറി. എന്നാലും കുറച്ച് നമ്മളോട് ചായ കുടിക്കാൻ പോണം. അപ്പൊ ചോദിക്കാം. ഞാനൊന്നും വരുന്നില്ല, നീ പോയാൽ മതി. നീ എന്താണ് നാട് വിടാൻ പോണ? നാട് വിടാൻ പോകും. അതിന് ഈ പാക്ക് ചെയ്തത് എന്റെ ബാഗല്ലേ? ഇതും കൊണ്ട് നീ അങ്ങോട്ട് പോണ്? ഞാനല്ല, നമ്മളിന്നാളെ ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലേ? 6ാം ക്ലാസ്സിൽ വെച്ചാ? നമ്മളിപ്പോ പോകുന്നത്. നിനക്ക് എന്താ പ്രാന്ത? ഒന്ന് മാറി നിൽക്കുന്നതല്ല, നിനക്കൊരു എന്റർടൈൻമെന്റ് ആവും, എനിക്കൊരു ആശ്വാസവും. നീ ഇപ്പൊ എവിടെയാ? എന്റെ ഫ്ലാറ്റിലല്ലേ? ഇവിടുത്തെ സെക്യൂരിറ്റി സൂപ്പറാ. നിന്നെ അന്വേഷിച്ച ആരും ഇവിടെ വരില്ല. എന്നെ പോലെ അന്വേഷിച്ച ഇവിടെ ആരും വന്നില്ല. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നീ. എന്താ? അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു. എന്തിന്? എന്റെ കടയുടെ മുമ്പിൽ വെച്ചാണല്ലോ നീ പുള്ളിയുടെ തലതല്ലി പൊളിച്ചത്. അപ്പോ ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. എന്നോടല്ല നിന്നോട്. അല്ല, നിന്നെയും കൊണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പോലീസുകാർ ഇങ്ങോട്ട് വരുമോ ഞാൻ അങ്ങോട്ട് വരണം? വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതാ സേഫ്. നീ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാനിവിടെ കരിമക്കാട് ജാവിഞ്ചി കരിമക്കാട് ഡാവിഞ്ചി അപ്പാർട്ട്മെന്റ്സ് ഏട്ടാ. ഫ്ലാറ്റ് നമ്പർ 501. പെട്ടെന്ന് വരണേ. വരുമ്പോ 2 മുട്ട പപ്സും കൂടി എടുക്കും. കൊണ്ടുവരാം. നീ അവിടെ തന്നെ ഉണ്ടാവണേ. ഓക്കെ അല്ലേ? ഇത് നീ പോലീസിനോടോ അവന്മാരോടോ വിളിച്ചു പറഞ്ഞാൽ നിന്റെ ഈ 5 വിരലും ഞാനിങ്ങനെ എടുക്കും. വേണ്ട, നിങ്ങൾക്ക് വേറെ പോലീസോടെ എടുക്കട്ടെ. വേണ്ട, അപ്പൊ നീ അവന്റെ ഫോണിങ് എടുക്കും. പാപ്പിന്റെ വണ്ടി കൊണ്ട് നിർത്താനാ. എന്തിനാ? നമ്മളിപ്പോ തിരിച്ചു തരത്തില്ലേ? വേണ്ട സൂപ്പർ സാധനം. ഉണ്ടച്ചേട്ടാ, ഗുണ്ടച്ചേട്ടാണ് ഈ ചെറുക്കൻ സൂപ്പർ ആയി കേട്ടോ. നിന്റെ വണ്ടി എന്തായാലും പോയി അവനെ തട്ടി. വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല, ചെറുക്കനാണെങ്കിൽ മൈനറും. അവന്റെ വീട്ടുകാർ കേസും കോടതിയായിട്ട് പോയി കഴിഞ്ഞാൽ നീ പെട്ട്. ചേട്ടന് ഡേ മൈ ലൈഫ് എന്ന് പറയൂ. 9:30 തുടങ്ങും, 11:30 ഇന്റർവെല്, 1:30 ലഞ്ച് ബ്രേക്ക്, 3:30 തീ.
എടാ നീ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് ചെറുക്കൻ ഹാപ്പി ആക്കാൻ നോക്കും. അവൻ ഏതാണ്ട് കിടുതാപ്പ് പറഞ്ഞില്ല, പ്ലേ സ്റ്റോറോ പ്ലേ സ്റ്റേഷൻ. ആ അത് മേടിച്ചോട്ടെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം തീർന്നില്ലേ? ഒരു പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എടാ ഇവൻ നിന്റെ ആരാ? ഞങ്ങളുടെ കണ്ടത്ത് കളിക്കാൻ വേണ്ടി. എന്നിട്ടാണോ നീ ഇവിടെ കിടന്ന് കണവണ പറയുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ഇവന്റെ വീട്ടിൽ പോ. അച്ഛനെ അമ്മ ആരെയാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് പോവാ. ഈ ഒരു മണിക്കൂർ വരണം, എനിക്ക് ഇവനെ കൊണ്ട് പോകാൻ. ഞാൻ ഇവന്റെ വീട്ടിൽ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മ എന്റെ കൈയും കാലം തല്ലി വിളിച്ച് ഇവിടെ കിടക്കും. ഞാൻ ഇവനെ പഠിപ്പിക്കുന്ന അവർ പറയുന്നു. എടാ ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് അവര് വരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യും. അത് മതി സാർ. സാറുള്ളപ്പോ തന്നെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കണം അല്ലേ? സാർ അവനോട് കൊടുക്കും. വീണ്ടും യൂരെടുക്കാൻ പോവാ. എടാ നീ അകത്താവും. വേണ്ട പൊക്കോളാം. പോന്നു. സർ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. എന്റെ അല്ല പേഷ്യന്റിന്റെ. അവന്റെ കുറച്ചു മുമ്പല്ലേ നിങ്ങൾ കോരിക്കൊണ്ട് പോയത്? ആ ടെസ്റ്റ് കോരിക്കൊണ്ട് യൂറിൻ കണ്ടാമിനേറ്റഡ് ആയിപ്പോയി. സിസ്റ്റർ കുഴപ്പമില്ല, അവനെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ കൊണ്ടു. അയ്യോ ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല. തലക്കല്ലേ അടിയിട്ടേക്കുന്നേ. ഇനി നിങ്ങൾ കൊണ്ടുപോകുന്ന വഴിക്ക് പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഡോക്ടറിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അത് പോലീസ് ഏറ്റെടുക്കണം. ഓരോരോ തൊല്ലകള് കേറി വരുന്ന വഴി. എല്ലാരും സൂപ്പറായിരുന്നു. ആണോ? 501 ഞാൻ പോയിട്ട് വരാം. അണ്ണാ ചുമ്മാ കഴിച്ചു കൊടുക്കാൻ പറ്റൂ? ചായക്കട ഒന്നുമില്ല, ഫ്ലാറ്റ് ആണ്. CCTV സെക്യൂരിറ്റി ഒക്കെ അണ്ണാ. CCTV ഞാൻ ചെയ്യാൻ? എടാ ഇതൊരു ഫ്ലാറ്റ് അല്ലേ? ഇതിന്റെ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച എന്റെ ഫ്യൂസ് എല്ലാം കൂരിയേക്ക്. കറണ്ട് ഇല്ലാതെ എന്ത് CCTV? സില്ലി മാറ്റം. മാത്രമായി കാട്ടിലൊരു കാത്താളനായി നീ മാറിയായി വീട്ടിലെ കുട്ടിയായി ആര് വേണ്ടു എന്തിനു വേണ്ടി ഈ പാഴ്ജന്മം ഇന്നൊരു പാഴ്ജന്മം അകലേക്കു ഒരു സാധനം തരാൻ വന്ന. എടാ നീ വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ഇനി വന്നേ. ഞാനടാ പാപ്പിയുടെ തലയടിച്ച് പൊട്ടിച്ച്. തലക്കടിച്ചത് നീലടാ അംബ്രോസ്. അല്ല പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞാ പോരായിരുന്നു. മതിയായിരുന്നു. ഹലോ മതിയായിരുന്നു ആദ്യം പറഞ്ഞാൽ ഇത്രയും കൊള്ളണ്ടല്ലോ. SI പിടിച്ചെന്ന് പറഞ്ഞാലും പണിയെടുത്ത മൊത്തം നമ്മളാ. പഠിയാക്കുന്നോടാ. എടാ അവനാണ് പറഞ്ഞു. ചേട്ടാവന്റെ ബോധം പോയിട്ടില്ല. ചേട്ടാ മേച്ചപ്പുറത്ത് എന്റെ ഐഡി കാർഡ് ഇരിക്കണൊന്ന് നോക്കിയോ. ഇത് വലിയ ചടങ്ങായല്ല. ഞാൻ പോലീസിനെ വിളിച്ചിട്ട് വരാം. ഈ സ്വിച്ച് ബോർഡൊക്കെ ഫ്രണ്ടിലെങ്ങാണ് കൊണ്ടുവച്ചൂടെ? ചുമ്മാ മനുഷ്യനെ ചുറ്റിക്കാൻ.
സെക്യൂരിറ്റി ഇതെല്ലാം ഉറക്കാണല്ലോ. വന്നപ്പോഴേ പുള്ളിയുടെ ഫ്യൂസ് ഊരി. പണി കൊടുത്തതാണ്. ഇവിടുത്തെ ഫ്യൂസ് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന്. തീരി നോക്കി. തന്ന ഓനും പെട്ടൂലാല്. അടിപൊളി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വെട്ട് വെട്ട്. ആ ഡോർ അങ്ങനെ കാണിച്ചു തന്നെ അതിനാട്ടോ. അതിന് മുൻപ് ഞാൻ കരുതി അതിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ പണിയെടുത്ത മൊത്തം നമ്മളെ ആകെ അവസ്ഥയാണല്ലോ. സാറേ 2 മിനിറ്റിനുള്ളിൽ വരത്തില്ലേ? ആടോ വന്നോണ്ടിരിക്കാതെ ഇപ്പൊ എത്തും. എന്നാ ഞാൻ ഫോണിൽ ടൈമർ നോക്കുക. സാറ് വന്നില്ല, അയാളെ ഞങ്ങളെ കൊല്ലും. ഫോൺ വെക്കും. ശരി, ഇപ്പൊ വരും. ബ്രോ ആ ഫോണും തരുമോ? ഇത് വൈഫിനൊന്ന് വിളിക്കട്ടെ. ഇത്ര പ്രശ്നത്തിനാണ് നിനക്ക് നിന്റെ ഭാര്യയോട് ചൊല്ലണമല്ലേ? രക്ഷപ്പെട്ടെന്ന് പറയാം. അയ്യോ സോറി. സീരിയസ് ആണ്. ഹലോ രക്ഷപ്പെട്ടടി. അവർ നിന്നെ വിട്ടോ? എന്നിട്ട് നീ ഇപ്പൊ എവിടാ? എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പാപ്പയുടെ തലക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ആ പാപ്പിയില്ലേ, അവനിപ്പോ എങ്ങനെയുണ്ട്? അയാളെ രക്ഷപ്പെട്ടു. അയാളെ രക്ഷപ്പെട്ടു. അവനിത് എവിടെ പോയി? അപ്പൊ എങ്ങനെ ബ്ലഡ് പോവല്ലേ? അടിപൊളി ക്യാരക്ടറല്ലേ? അത് നിങ്ങൾ പേടിക്കണ്ട. സിറ്റി മൊത്തം എന്തായാലും പോലീസാ. ഇന്ന് തന്നെ പൊക്കോനാ. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വീട്ടിലോട്ട് പോണം. അയാൾ അങ്ങോട്ട് വന്നാലോ? നിന്റെ വീടെവിടാന്ന് പറഞ്ഞ? ആ സൊസൈറ്റിയുടെ അപ്പുറത്തെ മാനാപ്പുഴ വീട്. ആ ഓക്കെ. പ്രൊട്ടക്ഷന് ആളെ വിട്ടേ കേട്ടോ. എന്തായാലും വീട്ടിലോട്ട് പോകും.
ഒരു മികച്ച ക്യാരക്ടേഴ്സിലെ എന്തുമ്പോ അങ്ങാണ്ടിന്റെ ആയിട്ടാണ് പ്രൊട്ടക്ഷൻ നിന്റെ വീട്ടിലല്ലേ അങ്ങോട്ട് പോകുമ്പോ ഇവനെങ്ങനെ മനസ്സിലായി ഇവിടെ വണ്ടിയുള്ളത്? ചാടിയല്ലേ ഞാൻ അറിഞ്ഞ്. എവിടെ പോയി കിടക്കുവായിരുന്നടാ? അവനെ എത്ര തവണ ഞാൻ വിളിച്ച്? അവൻ എന്ത് ഇവരെന്നെ പോലീസ് പിടിച്ച്. എപ്പോ എങ്ങനെ? അണ്ണന്റെ തലയടിച്ച് പൊളിച്ചിട്ട് ഒരുത്തൻ. അവനെ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൽ ചെന്ന്. പക്ഷെ അമ്മ നമ്മുടെ ബ്ലേഡിന്റെ കാലിൽ ഒടിച്ച് ലിഫ്റ്റിട്ട് കൂട്ടി പോലീസിന് പിടിച്ചു കൊടുത്ത്. അങ്ങനെ പോടാ അവന്മാരിപ്പോ ഡേഞ്ചർ ആയില്ലേ? ഇവർക്ക് പേടിയാവോ? എന്നിട്ട് അവന്മാര് പോകുന്നുണ്ട്. അതെ അധികം വൈകണ്ടട്ടാ പെട്ടെന്ന് ബാഗൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്തോ. എന്തിനാ ഓക്കെയുണ്ടേ? ആഗ്രഹമല്ല രക്ഷപ്പെടണ്ടേ. അടുത്ത ഇടിയോന്നതിന് മുമ്പ് പെട്ടെന്ന് പോവാ. ഇങ്ങനെ പേടിക്കുന്ന പോലീസുകാരൻ പറഞ്ഞില്ലേ പ്രൊട്ടക്ഷൻ ആളെ വിടാന്ന്. അത് പ്രൊട്ടക്ഷൻ എന്തേ? പ്രൊട്ടക്ഷൻ മതി. പ്രൊട്ടക്ഷൻ എന്താണ് ഇങ്ങനെ ഇരിക്കണേ? ആ പോലീസുകാരനല്ലേ? ഇതാ തോട്ടപ്പാപ്പി. പെട്ടെന്ന് വന്നല്ല എന്നിട്ട് പൊളി ഇളം ബീജമും മറ്റൊരിടത്ത് എത്തിയോ? പാപ്പി നല്ല പോച്ചിലുണ്ടല്ലോ. എനിക്ക് തോന്നി ഇവനാണ് ആ കൂടെ ഉണ്ടായിരുന്ന മണ്ണുണ്ണി. ആ പുണ്ണി സാറേ ഇത് അവൻ തന്നെയാ. എവിടാ എവിടാ എവിടെ ഇനി നോക്കണ്ട സാറേ. പുണ്യപ്പോഴും പുറത്തുണ്ടല്ല. നിങ്ങൾക്കൊക്കെയുള്ള പണി വണ്ടി പിടിച്ചാണെങ്കിലും വീട്ടിൽ വരും കേട്ടാ. പോയി അതെ യാത്ര പോവല്ലേ? കൈ കാശ് വല്ലതും ഉണ്ടാ? കാശാ കാർഡുണ്ടല്ലോ സ്വൈപ്പ് എത്ര വേണേലും ചെലവാക്കിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഡാഡി. പക്ഷെ കേരളപ്പിറവിക്ക് പോലും കേരളത്തേക്ക് പോയിട്ടൊന്നും പറഞ്ഞില്ല. നമുക്ക് പൊളിക്കടാ പൊളിക്കാം. കേരളത്തിൽ കണ്ടു. അയ്യോ ശുഭം ജോലി ശുഭം ലാലേട്ടല്ലേ ഇരിക്കുന്നേ? ലാലേട്ടന്റെ ദിവസങ്ങളല്ലടാ ടൈമല്ലേ? രക്ഷല്ലോ. കൊറേ നാളുകൾക്ക് ശേഷമാണ് കരിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. സൂപ്പർ. ഓരോ ഡയലോഗുകളും ചെറിയ മൈന്യൂട്ടായിട്ട് പോലും കോമഡി കൊണ്ടാ ശ്രമിച്ചത്. ഭയങ്കര ഗംഭീരമായിട്ടുണ്ടോ? ഓരോരുത്തരെയും ആക്ടിങ് ആണെങ്കിലും ഗംഭീരമായിരുന്നു. ലോലൊരു രക്ഷയില്ലല്ലോ. എന്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ടൊരു പോകും. ഒരു രക്ഷയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കുഞ്ചൻ,
അങ്ങനത്തെ ടീമുകളിലൊക്കെയാണ് ഈ ഒരു സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട്. പിന്നെ നോട്ടം കണ്ടില്ലേ, അതായത് ഓരോ കാര്യം ചെയ്യുമ്പോ അങ്ങോട്ട് നോക്കുന്നതും ഇത് കൃത്യമായിട്ടേ ഐ കോണ്ടാക്ട് കറക്റ്റ് ചെയ്യും. ഗംഭീര സാധനം വേറെ ലെവലാക്കി. ലോലൻ പിന്നെ എന്താണ് ആറ്റിറ്റ്യൂഡാ ഒരു ആക്ഷൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന സീനിലുള്ളത് ബൈക്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനം. അത് കഴിഞ്ഞിട്ട് എന്താ തോട്ടം വന്ന് കാലിന്റെ അടിയിലൊന്നും ഗംഭീര സാധനം അടിപൊളിയായിട്ടുണ്ടോ, ഒരു രക്ഷയില്ല, ഗംഭീരം. സൂപ്പർ എല്ലാവരും. അതായത് ഇതിലാരൊക്കെ മുഖം കാണിച്ചോ അവര് മൊത്തം ഗംഭീരാക്കിയിട്ടുണ്ട്. വെറുതെ അല്ല എല്ലാരും ഇങ്ങനെ അയച്ചു തന്നോണ്ടിരുന്നത് കേട്ടോ. വേറെ കരിക്ക് കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കിടക്കി, ഒരു രക്ഷയില്ല. പിന്നെ ബിജിഎം ഇവരുടെ കാണിക്കുമ്പോഴുള്ള ബിജിഎം ബ്ലേഡ് സൂപ്പർ. അതെ, അതായത് ആ മേക്ക് ഓവറും ആ ചിരിയും കൊടുത്തിട്ടേ ഒരു പ്രത്യേക വൈബ്. പിന്നെ ആളാ ഇടിക്കുന്ന സംഭവം കുറച്ച് മോശം മാത്രം വലിയൊരു സുഖം കിട്ടിയില്ല. ബാക്കി ആറ്റിറ്റ്യൂഡിലും ലുക്കിലും ഒക്കെ ഗംഭീരമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ യോഗസ്വാമി ശ്വാസം എടുത്തോണ്ടിരിക്കുമ്പോ എന്താ ഔട്ടാവുന്നു, എന്താ ബ്രീത്ത് ചെയ്തോണ്ടിരിക്കുമ്പോ ഔട്ടാവുന്നു. എന്ത് കഷ്ടമാണ്. അതെ, ആള് ലുക്കിലും ആൾക്കും ഒരു പ്രത്യേക ലുക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. അതായത് ഗുണ്ടേട്ടേ, പക്ഷെ ആളുടെ പേരെന്താ മറന്നല്ലോ. അതായത് നമ്മള് അറിയപ്പെടുന്നതും അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ. ആളുടെ ശരീരമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടേ ആൾക്കൊരു ഒതുക്കാട് വന്നപ്പോഴത്തേക്കും വേറെ ലുക്കായി മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഒരു മുതലാണ്. കാരണം ഏത് ലുക്ക്, ഏത് കോമഡി സിമ്പിളായിട്ട്, പിന്നെ മാത്രല്ല ഇമാതിരി ആറ്റിറ്റ്യൂഡില് ഗുണ്ടയായിട്ട്. ശരിക്കും കരിക്കിന്റെ ഹൈലൈറ്റ് ആള് തന്നെയാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാ. വേറെ ലെവല് കോമഡി ചെയ്യുന്നോടത്ത് പക്ക കോമഡി ചെയ്യും. അത് ഒറ്റക്ക് കൊണ്ടുപോകും. അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. പിന്നെ ഫൈറ്റ് നമ്മൾ ഒരിക്കലും കരുതിയില്ല. മറ്റേ കടേന്റെ ചായക്കടേന്റെ മുന്നിട്ടുള്ള ഫൈറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമകൾക്ക് പോലും ഇല്ല ഇത്രക്ക് എന്താ കൺവീൻസിങ് ആയിട്ടുള്ള ഒരു ചില സംഭവം. അതായത് ഇത് സിനിമ കാണുകയാണല്ലോ എന്നിങ്ങനെ തോന്നും നമുക്ക്. സത്യം ഇതൊന്നുമില്ല, ഇത് ഭയങ്കര നമ്മളതിലേക്കാണ് കേറിപ്പോയി. എന്നാലും ഇതിനിടയിൽ കൂടെ ഒക്കെ ഇപ്പോൾ എനിക്ക് ഫേവറേറ്റ് ലോലൻ തന്നെയാണ്. അടിപൊളി എല്ലാവരും. അതായത് എന്താണ് പോലീസുകാരായിട്ടുള്ളവരും, പിന്നെ എന്താണ് നേഴ്സായിട്ടുള്ളവരും, പിന്നെ നേഴ്സിന്റെ ഭർത്താവായിട്ടുള്ള ആളും വിളിക്കും. അവനവിടെ വിട്ടോ, അവനെന്തായെന്ന് ചോദിക്കുമ്പോ ദേഷ്യം കണ്ടോ, കടിച്ചുടിച്ച് കണ്ടോ, അതുവരെ ആളുടെ മുഖഭാവം വേറെ. പിന്നെ പോലീസുകാർ എല്ലാരും സൂപ്പറായിട്ട്. പിന്നെ പയ്യൻ സൂപ്പറായിട്ടുണ്ട്. എന്താണെങ്കിലും അടിപൊളി എപ്പിസോഡ് കേട്ടോ, സൂപ്പർ. അപ്പൊ ഇതിന്റെ ഒരു അടുത്ത പാർട്ട് ഉണ്ടാവും കേട്ടോ. ഇത് ഇനി പാർട്ടൊന്നുമില്ല, കഴിഞ്ഞു പറയാൻ പറ്റില്ല. ഒരു ചോദ്യചിഹ്നം ഇട്ടേക്കുന്നുണ്ട്. ഗോവയിലേക്കാണെങ്കിൽ എല്ലാം ഒരുമിച്ചാണല്ലോ പോണത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.